ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ തേർഡ് ഡേ ചാലഞ്ചിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആക്ടിവിറ്റി ഫസ്റ്റ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ അഫർമേഷൻ ആണ്. ഇന്നത്തെ അഫർമേഷൻ ഇതാണ് കേട്ടോ. മൈ മൈൻഡ് ഈസ് ഫോക്കസ്ഡ് ഓൺ ലേണിംഗ് ഇംഗ്ലീഷ്. ഉദ്ദേശിക്കുന്നത് ഇതാണ്, എൻ്റെ ശ്രദ്ധ എന്തിൽ തന്നെയാണ്, എൻ്റെ മനസ്സിൻ്റെ ശ്രദ്ധ എപ്പോഴും ഇംഗ്ലീഷ് പഠനത്തിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതേണ്ടത്. എത്ര തവണയാണ്? ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, 21 ടൈംസ് നിങ്ങൾ വിശ്വാസത്തോടു കൂടെ പറഞ്ഞ് എഴുതുക. അതിനുശേഷം കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് 21 തവണ ഇതേ ഒരു അഫർമേഷൻ മൈ മൈൻഡ് ഇസ് ഫോക്കസ്ഡ് ഓൺ ലേണിംഗ് ഇംഗ്ലീഷ് എന്നുള്ളത് പറയുക. കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. ദെൻ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണടക്കുക കണ്ണാടിയുടെ മുമ്പിൽ. എന്നിട്ട് നിങ്ങൾ ഒരു 10 ഓർ മോർ ദാൻ 10 പീപ്പിൾ അല്ലെ, 10 അതിലധികം ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ഫോക്കസ് ചെയ്ത് ഇംഗ്ലീഷ് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, കോൺഫിഡൻ്റ് ആണ്, ഇംഗ്ലീഷ് പെട്ടെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ആ ഒരു ഫീലൊക്കെ മാക്സിമം കൊടുത്ത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് നിങ്ങൾ പറയുകയാണ്. അവർ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ മുഖത്ത് വരുത്തുന്നു, ആ ഒരു ഗുഡ് ഫീലിൽ കണ്ണു തുറക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അടുത്ത ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. മറക്കണ്ട, രാത്രി കിടക്കുന്നതിന് മുമ്പ് 21 ടൈംസ് നിങ്ങൾ ചാൻഡ് ചെയ്യേണ്ടതുണ്ട്, ഇത് ഉരുവിടേണ്ടതുണ്ട്. എന്താണ് ഇന്നത്തെ അഫർമേഷൻ? മൈ മൈൻഡ് ഇസ് ഫോക്കസ്ഡ് ഓൺ ലേണിംഗ് ഇംഗ്ലീഷ്. ഇത് 21 ടൈംസ് നിങ്ങൾ ചാൻഡ് ചെയ്യുക, അതായത് ഉരുവിടുക. ദെൻ കിടന്നുറങ്ങുക, ഒരു ഗുഡ് ഫീലിൽ കിടന്നുറങ്ങുക. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. ദെൻ വൊക്കാബുലറി എക്സസൈസ് ആണ്. ഇന്ന് 4 ലെറ്റേഴ്സ് ആണ് കേട്ടോ തരുന്നത്. I, J, K, L. ഈ 4 ലെറ്റേഴ്സ് IJKL, ഈ 4 ലെറ്റേഴ്സ് കൊണ്ട് മനുഷ്യരുടെ പേരുകളല്ലാത്ത പരമാവധി വേർഡ്സ് നിങ്ങൾ ഓർത്തെടുത്ത് എഴുതി വെക്കാം. മാക്സിമം കിട്ടുന്ന സമയത്തൊക്കെ എഴുതി വെച്ചിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് നോക്കുക എത്ര എണ്ണം കിട്ടിയെന്നുള്ളത്. നിങ്ങളുടെ വൊക്കാബുലറി ഇപ്പോൾ ദിനേന വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാകും. എപ്പോഴും ഈ ഒരു ചിന്ത മനസ്സിലേക്ക് കൊടുക്കുക. ഇന്നിപ്പോൾ IJKL ആണ് ലെറ്റേഴ്സ് ഉള്ളത്, അതിൻ്റെ വേർഡ്സ് എന്തൊക്കെയാണെന്ന് മൈൻഡിൽ കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ കിട്ടുന്ന സമയത്ത് നിങ്ങൾ പോയി എഴുതുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് നെയിംസ് ഓഫ് വെജിറ്റബിൾസ് ആണ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾസ് കഴിക്കണമുണ്ട്, നിങ്ങളത് കട്ട് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഫുഡൊക്കെ കുക്ക് ചെയ്യണ സമയത്തൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എല്ലാ വെജിറ്റബിൾസിൻ്റെ പേരും നമുക്ക് അറിയില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. റെഫർ ചെയ്യാൻ പോകണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെജിറ്റബിൾസിൻ്റെ പേരുകൾ, അതായത് ഇംഗ്ലീഷിൽ എന്താണ് വെജിറ്റബിൾസിന് പറയുന്നത്, അത് അറിയാവുന്നതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇന്ന് മാക്സിമം റെഫർ ചെയ്യാതെ എഴുതി വെക്കുക നെയിംസ് ഓഫ് വെജിറ്റബിൾസ്. ഇനി പറയാൻ പോകുന്ന ആക്ടിവിറ്റി കിഡിലോസ്കിയാണ് കേട്ടോ. ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്, എല്ലാവർക്കും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അതായത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരും കൂടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ആ ഉള്ള ഇംഗ്ലീഷ് വെച്ചിട്ട് നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുക. ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഭ്രാന്താണോ എന്ന് ആരെയും ചോദിച്ചാൽ സാരില്ല, ഇംഗ്ലീഷ് സംസാരിക്കുക. നിങ്ങളുടെ കൂടെയുള്ളവരെയും കൂടെ കൂട്ടിക്കോളും. എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇങ്ങനെ നിങ്ങൾ പറയുകയും ചെയ്യുക ഇംഗ്ലീഷിൽ. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറയും? ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എത്ര മണിക്കാണെന്ന് വെച്ചാൽ അത് ചേർത്ത് പറയാം. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? I പ്ലസ് ആം പ്ലസ് ING ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. കമൻറ്റ് ചെയ്യാൻ തന്നെ ഓൺ ദ സ്പോട്ട് നമ്മൾ അങ്ങനെ പറയുകയാണ്, ഞാനത് ചെയ്യുന്നു, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയാം? I am cleaning my bed, I am arranging my books, I am walking to the kitchen, I am taking bath from washroom. ഇങ്ങനെ I പ്ലസ് ആം പ്ലസ് ING ഫോം ഉപയോഗപ്പെടുത്തിയിട്ട് മാക്സിമം നിങ്ങൾ ചെയ്യുന്ന ഡെയിലി റുട്ടീൻസ്, രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നിടം വരെ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ഒന്നിങ്ങനെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങളെ കേൾക്കുന്ന വിധത്തിലേക്ക് പറയുക, പ്ലസ് എഴുതി വെക്കുക. എന്നിട്ട് രാത്രി ഒന്ന് നോക്കൂ, എന്തോരം സെൻറ്റൻസസ് ആണ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞേ, എത്രത്തോളം കാര്യങ്ങളാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റിയത്. സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെ മൈ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെലിബ്രേഷൻ വേണ്ടേ? ഫസ്റ്റ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ തേർഡ് ഡേ ആയി, 1.5 ഇടവിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അല്ലേ? നമ്മളൊന്ന് ഫ്രഷപ്പ് ആകാനും, സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, കഷ്ടപ്പെട്ടിട്ട് പഠിക്കുകയാണെന്നുള്ള ചിന്ത ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കുകയാണ്, ഇഷ്ടപ്പെട്ടിട്ട് അച്ചീവ് ചെയ്യാൻ നിൽക്കുകയാണ്, അക്വയർ ചെയ്യാൻ നിൽക്കുകയാണ്, കോൺഫിഡൻറ്റ് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു പ്രോസസ്സിലാണ് ഞാൻ എന്നുള്ളൊരു ഫീൽ ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. നിങ്ങളുടെ സെൽഫിന് നിങ്ങൾക്ക് സ്വയം സന്തോഷം കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ സെലിബ്രേഷൻ. ഫോമാറ്റ് മറക്കണ്ട. ഇന്ന് തേർഡ് ഡേ ആയതുകൊണ്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. മൈ തേർഡ് ഡേ ഓഫ് മാജിക് ഇംഗ്ലീഷ് ഈസ് സെലിബ്രേറ്റഡ് ബൈ ഡാഷ്.
ഓക്കെ, മൈ തേർഡ് ഡേ ഓഫ് മാജിക് ഇംഗ്ലീഷ് ഈസ് സെലിബ്രേറ്റഡ് ബൈ ഡാഷ്. എങ്ങനെയും സെലിബ്രേറ്റ് ചെയ്യാം, എഴുതാൻ വേണം, അത് ചെയ്യാൻ വേണം കേട്ടോ.